ഞാൻ തമാശക്ക് പറയാറുണ്ട്, ഈ തിരുരങ്ങാടി മണ്ഡലത്തിലെ ഗോൾഡിൻ്റെ സ്റ്റോക്ക് ബില്യൺസ് വരും. ഇവിടെ കുറേ ഫണ്ട് അവിടെയും ഇവിടെയും കിടക്കുന്നുണ്ട്. അതിനൊന്ന് ചാനലൈസ് ചെയ്യാനുള്ള ഒരു ബ്രിഡ്ജിങ് ചെയ്ത. ബേസിക്കലി ഞാനൊരു രാഷ്ട്രീയക്കാരൻ ആണ്, മുഴുവൻ സമയ രാഷ്ട്രീയക്കാരൻ്റെ മകനായിരുന്നു. അപ്പോൾ ഉപ്പ തറവാടിൽ നിന്ന് കിട്ടുന്ന ഷെയറുകളൊക്കെ വിറ്റു, പിന്നെ വീടുണ്ടാക്കി കൊടുത്തു, എല്ലാവരും കൂടി അത് വിറ്റു. മുസ്ലിം ലീഗ് പോലൊരു പാർട്ടി, അത് വളരെ അടിത്തട്ടിലുള്ള മനുഷ്യരുടെ ഒരു പാർട്ടിയാണ്. അങ്ങനെയുള്ളൊരു പാർട്ടിക്കകത്ത് വളരെ മോഡേണായ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അത്തരം രംഗത്ത് നിന്ന് വരുന്ന ഒരാൾ പാർട്ടിയുടെ പോളിസി രൂപീകരിക്കുന്നതിലൊക്കെ എന്തെങ്കിലും നിനക്ക് നമുക്കതിൽ സ്വാധീനം ചെലുത്താൻ പറ്റും. മുസ്ലിം ലീഗ് ഓരോ പ്രവർത്തകൻ്റെയും ഓണർഷിപ്പ് ഉള്ള ഒരു പാർട്ടിയാണ്. ഏറ്റവും താഴെയുള്ള ഒരാൾ അയാളുടേതാണ് മുസ്ലിം ലീഗ്. നമ്മുടെ പാർട്ടിയിലെ സീനിയർ ലെവൽ ആളുകളുടെ ഒരു ഏവറേജ് ഏജ് ഒരു 55 to 70 ആയിരിക്കും. അവരാണ് ഈ സോഷ്യൽ മീഡിയ യൂത്തിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഭയങ്കര സിൻസിയറാണ് അവർ പറയും ഞങ്ങൾ ചങ്കാണ് പറിച്ചു തരാന്നത്. ആ ഒരു ഭയങ്കര ഡെഡിക്കേറ്റഡായ ഒരു വിഭാഗത്തെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായ ഒരു സ്ട്രീമിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നല്ല മനുഷ്യന്മാരാണ്, നല്ല മണ്ണും നല്ല മനുഷ്യരാണ്.